ിലേക്ക് അങ്ങനെ ഞങ്ങൾ കയറാൻ പോവുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ബോട്ടിംഗ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്കും ജിൻസിക്കും ഇപ്പം കോമൺലി കുറേ പേടികളൊക്കെ ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് ബോട്ടിങ്ങിന് കയറുക എന്ന് പറയുമ്പം മനസ്സിൽ എന്തോ ഒരു ഭാരം, എന്നുവെച്ചാൽ ഇവർ മിണ്ടാതിരിക്കുമായിരിക്കുമോ, എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് മനസ്സിലെ പേടി. അപ്പോൾ എനിക്കും ജിൻസിക്കും ഇതിന് കയറാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോഴവിടെ ഉള്ളവർ പറഞ്ഞു നല്ല സേഫാണ്, എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസിലും നിങ്ങളെ കൊണ്ടുപോകുള്ളൂ, പേടിക്കേണ്ട. കാരണം സംഭവം നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഇവിടെ നിന്ന് കുറേ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ ബോട്ടിംഗ് ഫെസിലിറ്റിയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കാണാതെ നിന്നിട്ട് എങ്ങനെയായിരിക്കും, സ്പീഡ് ബോട്ടാണോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പേടി. ഇവരെയും കൊണ്ട് പോകാനായിട്ട് ഇനി ബോറടിച്ച് കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് പിണങ്ങോ എന്തെങ്കിലും അലിമ്പായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷനാണ് കേട്ടോ. ഇത്രയായിട്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ പിന്നെ ജിൻസിക്കിൻ്റെ ഇരട്ടി പേടിയായിരിക്കുമല്ലോ. അങ്ങനെ എന്തായാലും എല്ലാവരും കൂടെ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് സേഫാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ദൂരം അതിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഞങ്ങൾ നോക്കുകയാണ് സ്പീഡ് ബോട്ട് എങ്ങാനും അതുവഴി പോകുന്നുണ്ടോ എന്നൊക്കെ. ഇത് ഈസക്കുട്ടനെ ഓടാൻ സമ്മതിക്കാതെ എടുത്തതിനുള്ള ബഹളമാണ് അവിടെ. അങ്ങനെ ഹൈന് നേരെ പോകുന്നുണ്ട്. നേരെ പോകുമ്പോൾ ഒരു പാർക്ക് കാണുമ്പോൾ പാർക്ക് കയറ്റാത്തതിന് രണ്ടുപേരും പിന്നെ പിണക്കത്തോടു കൂടിയാണ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കുറേ ഓടിക്കളിക്കാനും ഇതിനകത്തൂടെ പിന്നെ വണ്ടിയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കാരണം ഇവർക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട് കുറേ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഉടനെ അവിടെ ഒരു കട കണ്ടപ്പോഴത്തേക്ക് അത് കാണിക്കുകയാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ എന്തായാലും ബോട്ടിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം എന്നൊക്കെ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ആ ബോട്ടിംഗ് സ്പേസിലെത്തി. ബോട്ടൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സമാധാനമായത്. കംപ്ലീറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉള്ള ഒരു ബോട്ടാണ്. പിന്നെ എല്ലാവരെയും ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് ഇട്ടിട്ട് കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ അതിനേക്കാളും നമ്മൾ ടെൻഷൻ അടിക്കാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുതലകളുള്ള ഒരു കുളത്തിൽ കൂടെയാണ് നമ്മൾ അവിടെ ബോട്ടിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും വലിയൊരു ടെൻഷനായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഈസിയും പെട്ടെന്ന് തന്നെ അവൾക്കും വേണമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം രണ്ടുപേർക്കും സെറ്റാകുന്ന ഒരെണ്ണം കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു കേട്ടോ. ഹൈക്ക് ഇട്ടിരിക്കുന്നത് ഹൈക്ക് അത്യാവശ്യം നല്ല വലുതാണ്. പിന്നെ ഒരെണ്ണം മാറ്റിയിട്ടപ്പോൾ ഹൈക്ക് അത് ഓക്കെ ആയിരുന്നു. പിന്നെ അത് ചെറുതായത് കാരണം ഈസയ്ക്ക് എടുത്ത് അങ്ങനെ കുറച്ച് ക്ലാഷൊക്കെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും എല്ലാം സെറ്റാക്കി ഞങ്ങളും എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടിംഗ് ടൈം ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ബോട്ടിൽ കയറണം പോകണം എന്നുള്ള പ്ലാനിലാണ് പിള്ളേരുന്നത്. അങ്ങനെ ഈസ അത് കാരണം കുറേ സമയം നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഉടനെ തന്നെ ബോട്ടിൽ കയറാനായിട്ട് എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടും ഈസക്കുട്ടൻ നല്ല കരച്ചിൽ തന്നെയായിരുന്നു ഉടനെ ബോട്ടിൽ കയറാനായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചേ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഇനിയും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ പോയപ്പോൾ ക്രൗഡഡ് ഒന്നുമല്ല. സാധാരണ ഈ ബോട്ടിങ്ങൊക്കെ ഉള്ള സ്പേസിലുള്ള മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ക്ഷമ നശിക്കുമ്പോഴായിരിക്കും നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നത്. കന്യാകുമാരി ട്രിപ്പൊക്കെ പോകുമ്പം ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മൾ അങ്ങ് ആകെ ഇല്ലാണ്ടായ സമയത്താണ് നമ്മൾ ആ സൈഡ് സീയിങ് അവിടെ എത്തുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് വെയിറ്റിംഗ് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് 2-3 പേരൊക്കെ വന്നപ്പോൾ നമ്മളെ ബോട്ടിങ്ങിനെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാ മരത്തിലും ഇഷ്ടം പോലെ ബേർഡ്സ് വന്നിട്ട് ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലയാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും എവിടെ മുതലാന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണുനട്ട് നിൽക്കുമ്പോൾ അതിനിടയിൽ നിന്ന് എവിടെയോ ഒരു വാലൊക്കെ കണ്ടിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഫോണൊക്കെ എടുത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അത് തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കരച്ചിലിനൊക്കെ ഒടുവിൽ ബോട്ടിനകത്ത് കയറി നമ്മൾ സീറ്റെല്ലാം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഹയ കുറച്ചൊന്ന് പിണക്കത്തിലാണ്. ഹയക്ക് സൈഡിലിരുന്ന് വ്യൂ കാണണം എന്നായിരുന്നു. പക്ഷേ കൊച്ചു പിള്ളേരെ അങ്ങ് അറ്റത്ത് ഇരുത്തണ്ടെന്ന് പറഞ്ഞത് കാരണം ഹയെ ഉള്ളിലോട്ടിരുത്തേണ്ടി വന്നു. അതിനുള്ള പിണക്കമാണ് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോഴും ചിലപ്പോൾ ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ പിണങ്ങുന്നതായിരിക്കും. ആദ്യം പേടി കാരണം ബോട്ടിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും കയറാതിരുന്നിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയേനെ എന്ന് അതിനകത്ത് ഇരുന്ന് ഞാനും ജിൻസിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം സത്യമാണ്. ഈ ഒരു കാഴ്ച നമ്മൾ ബോട്ടിൽ കയറി എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഈ യാത്രയിൽ വൻ ഒരു നഷ്ടമായി പോയേനെ കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനായിരുന്നു. നമ്മുടെ ഫോൺ ക്യാമറയിൽ പതിഞ്ഞതിനേക്കാൾ ഉപരി നമ്മളുടെ ഹൃദയത്തിൽ പതിഞ്ഞ കുറേ കാഴ്ചകളെന്ന് പറയില്ല, അതുപോലെ
മാക്സിമം കണ്ടതിൽ ഏറ്റവും ഭംഗിയെന്ന് തോന്നുന്നതെല്ലാം ക്യാപ്ചർ ചെയ്ത് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുതല പോകുന്നു, അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഹായ് പറയുന്നു അമ്മേതോ അവിടെ ഒരു മുതല നോക്ക്, ഇവിടെ ഒരു മുതല നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 60-70 പരം മുതലകൾ ആ ഒരു കുളത്തിലും ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതിനിടയിൽ എത്ര എണ്ണത്തിന് നമ്മൾ കണ്ടെന്നും നമ്മൾ എണ്ണിയൊന്നും ഇല്ല കേട്ടോ. അത്രയ്ക്കും മുതലകളെയും കണ്ടു. ഈ ബേർഡ്സ് പല വെറൈറ്റിയാണ് അവിടെ ഉള്ളത് കേട്ടോ. ഓരോന്നും ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ചില്ലകളുടെയൊക്കെ തൊട്ടടുത്തുകൂടെയാണ് നമ്മളെ ബോട്ടിൽ കൊണ്ടുവന്നത് കേട്ടോ. എന്നാൽ പോലും അവരിത് ഡെയിലി കാണുന്ന കാര്യമായതുകൊണ്ടായിരിക്കും എഴുന്നേറ്റ് പറന്നു പോകുക ഒന്നുമില്ല. അവരവിടെ ഇരുന്ന് അവരുടെ മക്കളെ തീറ്റുന്നുണ്ട്. അമ്മ ഒരു സൈഡിൽ, അച്ഛനായിരിക്കും ഒരു സൈഡിൽ. ഇങ്ങനെ ഒരു കൂടിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഗാർഡ് പോലെ അവർ നിൽക്കുന്നുണ്ട്. നടുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ആ കൂട്ടിനകത്ത് ഇരുത്തിയിരിക്കുന്നുണ്ട്. പിന്നെ മുട്ട ഇട്ടിട്ടിരിക്കുന്ന ടീംസുണ്ട്. അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് ഈ ബോട്ടിനകത്തിരിക്കുമ്പം നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കാണ് ഭയങ്കര മനോഹരമായിട്ട് ആ കൂടെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ബേർഡ്സിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നമ്മുടെ തൊട്ട് സൈഡിൽ കൂടെ മുതലിങ്ങനെ പോകുമ്പോൾ പിള്ളേരൊക്കെ ഇന്ന് ചൂണ്ടി കാണിക്കുന്നത് കണ്ടില്ല. അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിങ്ങനെ ബേർഡ്സിനെ ഷൂട്ട് ചെയ്യുമ്പോഴേ ഇരുന്ന് ചോദിക്കണം, നമ്മൾ മുതലേ കാണാനല്ലേ വന്നത്, അമ്മ മുതലേ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അതാണ് അവളുടെ മെയിൻ. മുതലേ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു മരത്തിൽ കണ്ടില്ലേ, അതിൽ ഇലകളൊന്നുമില്ല. ഈ ബേർഡ്സും കൂടും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ആയിരുന്നു. അപ്പം ഓരോ മരത്തിലിരിക്കുന്നത് എല്ലാം ഒരേ സ്പീഷീസിലുള്ള ബേർഡ്സൊന്നും അല്ല കേട്ടോ. പല വെറൈറ്റി ബേർഡ്സാണുള്ളത്. എത്രയോ പരം 1000-ൽ പരം എന്തോ ബേർഡ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കണ്ടില്ലേ ഒരു മുതല, ഇത് ഭയങ്കര എന്തോ ജീവനുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇത് അവിടെ വായും തുറന്ന പാറപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മൈസൂരൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കുക. രംഗനാഥ് ടു ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് മെയിൻ ഹൈലൈറ്റിൽ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബൃന്ദാവൻ ഗാർഡൻ, ഇതിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ ബോട്ട് ഓടിക്കുന്ന ആൾ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും അല്ല ശ്രദ്ധിച്ചേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ചിലർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കണ്ടിരിക്കാനാണ് താല്പര്യം. എനിക്ക് പക്ഷേ ഇതെല്ലാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം. ഈ കണ്ട കാര്യം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തത് കൊണ്ടല്ലേ എനിക്കിപ്പം ഈ വീഡിയോ ആക്കി ഇത് ഒരു ഡോക്യുമെൻ്റ് പോലെയൊക്കെ ആക്കി വയ്ക്കാൻ പറ്റുന്നത്. എനിക്കതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ എനിക്ക് തന്നെ മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേര് പോയി കണ്ടവരുണ്ടാവും. പിന്നെ അതിലുപരി എനിക്കിതെല്ലാം കാണാൻ പറ്റിയപ്പം എനിക്കൊരു മെമ്മറി ആയിട്ട് വയ്ക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനാണോ എന്തിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇതിലൊക്കെ കുറച്ച് പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ആ ആംഗിൾ അങ്ങനെ എടുക്കണം, ഈ ആംഗിൾ ഇങ്ങനെ എടുക്കണം, ലൈറ്റ് ഇവിടെ വരുമ്പോൾ നീ അവിടെ നിന്ന് എടുക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം പറയും. ഞാൻ അതെല്ലാം നോക്കി പഠിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉടക്കും കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്കിഷ്ടമുള്ളതുപോലെ തോന്നുന്നത് പോലെ എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ, അത്രമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചോദിക്കും, ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാനില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ ആ ഒരു മോട്ടിവേഷനും കൂടെ കേൾക്കുമ്പം എന്തായാലും വീഡിയോ എടുത്തിടണം എന്നുള്ളൊരു ഇത് വരും. അപ്പം പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് അധികം കമൻസ് ഒന്നും വരാത്തത് കാരണം എനിക്കറിയത്തില്ല എത്ര പേര് എൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുന്നുണ്ട്. വ്യൂസ് കുറച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആർക്കൊക്കെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, എൻ്റെ ഈ വോയിസ് അലുമ്പാണോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഇതുപോലെ പുറത്ത് വെച്ച് കാണുമ്പം മറ്റു വീഡിയോ ഞങ്ങൾ കണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്തോ നേടിയൊരു സന്തോഷം എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറിപ്പോയി. നമ്മളപ്പം നിൽക്കുന്നത് രംഗനാഥ് ടു ബേർഡ് സാങ്ച്വറിയിലാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലൊക്കെ എത്തിയപ്പം ഈ മുതൽ ചത്തതാണോ ജീവനുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഇതിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ശ്വാസം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീവനോടെ ഉള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ കരയിലൊക്കെ കയറി കിടക്കും. അപ്പോൾ ഇത് ഭയങ്കര പ്രായമുള്ള ഒരു മുതലയാണെന്നാണ് ആ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രായാധിക്യത്തിൻ്റെ
പ്രശ്നങ്ങൾ കാരണം പുള്ളിക്കാരൻ ഇത്തിരി വിശ്രമിക്കാൻ എങ്ങാനും അങ്ങോട്ട് കയറി കിടന്നതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറി കിടക്കുന്നത് കണ്ടപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു ആവേശമായിരുന്നു കേട്ടോ ഇതിനെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് ബേർഡ്സ്, പല പല വെറൈറ്റി ഓഫ് ബേർഡ്സ് തിരിച്ച് ഞങ്ങള് കരയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. കരയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പാർക്കിൽ കയറ്റി. അതിനു മുന്നേ ഞങ്ങൾ ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒന്നും വാങ്ങിയൊന്നുമില്ല. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കളിച്ച് പിള്ളേരുമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇനി അടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ എത്തി ഫുഡെല്ലാം ഓർഡർ ചെയ്തു കേട്ടോ. അവിടുത്തെ ഫുഡ് മസാല കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അത്യാവശ്യം എല്ലാവർക്കും നല്ല തലവേദനയുണ്ട്, കാരണം തലേന്ന് ദിവസം ആരും നേരെ കിടന്നൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ റൂം എടുത്തിട്ട് നമ്മളൊന്ന് ഫ്രഷായ ഉടനെ ഇറങ്ങിയതല്ലേ. അപ്പോൾ അത്യാവശ്യം നമ്മൾ രണ്ട് സ്പോട്ട് കണ്ടായിരുന്നു. ഇനി എന്തായാലും പിള്ളേരൊക്കെ മുഷിഞ്ഞു, നമുക്കൊന്ന് ചെന്ന് ഒന്ന് ജസ്റ്റ് ഉറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഈവനിങ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ട് രാത്രി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ബെസ്റ്റ് ടൈം ഈ രാത്രിയാണെന്ന് തോന്നുന്നു, കാരണം അവിടെ അത്ര ക്രൗഡഡ് അല്ല, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, പിന്നെ ഈ വെയിലിനെയും പേടിക്കേണ്ട. അപ്പോൾ ആ നൈറ്റ് ടൈം പിള്ളേരെയൊക്കെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ മൈസൂരിൽ ഫേമസ് ആയിട്ടുള്ളത് മൈസൂർ പാക്കാണ്. അപ്പോൾ മൈസൂർ പാക്ക് വാങ്ങാതെ മൈസൂരിൽ നിന്ന് പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് മൈസൂർ പാക്കിന് ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ഷോപ്പിലാണ് നമ്മൾ പോകുന്നത്. അവിടെ തന്നെ മൈസൂർ പാക്ക് ഉണ്ടാക്കി വിൽക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. പക്ഷേ നമ്മൾ എത്തിയ ടൈം അത്യാവശ്യം നല്ല ലേറ്റായത് കാരണം അവരുടെ മെയിൻ ഇത് ക്ലോസ് ചെയ്തിട്ട് അവരുടെ സൈഡിലുള്ള ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് സെയിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, അവിടുത്തെ പശുവൊക്കെ ആണെങ്കിൽ ഈ സ്ട്രീറ്റിലുള്ള ചപ്പും ചവറും ഒക്കെയാണ് വന്നിന്ന് കഴിക്കുന്നതെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പശു ആണെങ്കിൽ അവിടുത്തെ ആരോ കൊണ്ട് കളഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ചാക്ക് നിറയെ ഫ്രൂട്ട്സ് എന്തോ ആണ്, അതിനെ കടിച്ചെടുത്ത് കഴിക്കാനാണ് അവിടെ ആ പശു നോയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും അതെല്ലാം കണ്ട് ആ സ്ട്രീറ്റ് അവിടെ നിറയെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ്ങിൽ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കടയും എവിടെയാണെന്ന് അന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറേ നേരമായിട്ട് അന്വേഷിച്ച് പോവുകയാണ്. ഇനി ഇത്രയും ലേറ്റ് ആയത് കാരണം ഇനി അത് അടച്ചിട്ടുണ്ടാവോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത് വേറെ എവിടെയെങ്കിലും പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് അവരുടെ മെയിൻ ഒരു ഔട്ട്ലെറ്റ് അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നുള്ളത് അവരടച്ചെങ്കിലും ചെറിയ ആ ഒരു സ്പേസ് അവിടെ സെയിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് വന്ന് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് വാങ്ങി അങ്ങനെ വാങ്ങിക്കൊണ്ട് ഞങ്ങളും കുറച്ചൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്തു. എൻ്റെ പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മിക്സഡായിട്ട് എല്ലാം ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നില്ലേ, എല്ലാത്തിൽ നിന്നും ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ പാക്കറ്റും തരും. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിൽ നിന്നും ഓരോന്നെന്നുള്ള രീതിക്ക് മിക്സ് ചെയ്ത് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു അതിൻ്റെ ആ നെയ്യും ഒക്കെ. പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഇവിടെയൊക്കെ പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് ബോക്സ് അവിടെ ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ ഹയൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ ഇവിടെ ഇപ്പോഴൊന്നും ഇതില്ല. അങ്ങനെ അത് കാരണം ഇതാണ് പോസ്റ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് നമ്മൾ ലെറ്റർ അയക്കാനൊക്കെ കൊണ്ട് ഇതിനകത്തിടുമായിരുന്നു എന്നൊക്കെ ഹൈക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം അവരുടെ കവറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഞ്ഞു ക്യൂട്ട് കവറൊക്കെ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ഐറ്റവും കൂടെ നമ്മൾ ഗുരു സ്വീറ്റ് മാർട്ടിൽ നിന്ന് കളക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ മൈസൂർ വന്നിട്ട് നമ്മൾ മൈസൂർ പാക്ക് എന്തായാലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും യാത്ര ചെയ്യല്ലേ, എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങി വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും എന്ന് ഉള്ളത് കാരണം ആ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ ഫ്രൂട്ട്സ് വാങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് പൂക്കളാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. നമ്മുടെ ഇവിടെ പോലെ പിച്ചി മുല്ലേ മാത്രമല്ല, അതിനിടയിലൂടെ കനകാംബരം പിന്നെ തുളസിയിലാണോ എന്തോ ആണെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ വെച്ചിങ്ങനെ ട്യൂബ് റോസൊക്കെയാണ് തലയിൽ വെക്കാനായിട്ട് അവിടെ കെട്ടി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ക്ലോക്ക് ടവർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ട്രീറ്റിൽ നിന്നാണ്
ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടിട്ട് ഇതെല്ലാം ഈ നൈറ്റ് ടൈമിലാണെന്ന് തോന്നുന്നു അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. മോർണിംഗ് മിക്കവാറും അവിടെ ക്രൗഡഡ് ആയിരിക്കണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചടുത്തായിട്ടുള്ള RRR എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ എന്തായിരുന്നു കഴിച്ച നെയ്ച്ചോറ് പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ, ഒരു ബിരിയാണി പോലത്തെ സംഭവം. അത്യാവശ്യം നല്ലതായിരുന്നു. വാഴയിലേക്ക് ഇട്ടിട്ടാണ് നമുക്ക് ഫുഡൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു. പിന്നെ നേരെ വീണ്ടും സ്ട്രീറ്റ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. മറ്റേ സ്ട്രീറ്റിൽ, ആ ഫ്രൂട്ട്സിൻ്റെ സ്ട്രീറ്റിൽ അധികം തിരക്കില്ലായിരുന്നെങ്കിലും ഇവിടെയാണ് ഡ്രസ്സും ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഏരിയയിലാണ് നമ്മൾ ഇനി കയറാനായിട്ട് പോകുന്നത് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. ഇത്രയും രാത്രിയായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോൾ ഈ ഫാൻസി ഐറ്റംസ് പോലുള്ള ഐറ്റംസിനെല്ലാം നല്ല വിലക്കുറവായിരുന്നു. ഡ്രസ്സ്, പിന്നെ ഫുഡ് വിയർ, അങ്ങനെയുള്ള ഐറ്റംസ് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ റേറ്റ് ഒക്കെ തന്നെയാണ്. ഫാൻസി നല്ല ചീപ്പ് റേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. തലേ ദിവസം വൈൻഡപ്പ് ചെയ്യാനൊക്കെ മറന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നല്ല ഫുഡായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആ ശ്രീ ഗുരു റെസിഡൻസിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ. തലേ ദിവസം നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയത് കാരണം നമുക്ക് ദോശ ഇഡ്ഡലി മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പിന്നെ ബൊഫേ എന്ന് ചൂസ് ചെയ്യായിരുന്നു. അങ്ങനെ ബൊഫേ എന്ന എല്ലാ ഐറ്റംസും വെച്ചിട്ട് ഞങ്ങളെല്ലാവരും എടുത്തിട്ട് അങ്ങനെ കഴിക്കാനിരുന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡേ 2 അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ മൈസൂർ ഞങ്ങളെ കാത്തിരുന്ന മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ പോവുകയാണ്. എങ്ങോട്ടേക്ക്? ഊട്ടിയിലേക്ക്. അപ്പോൾ ഇനി ബൈ ബൈ മൈസൂർ, അടുത്ത വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്നുള്ള ദിക്കിലേക്ക് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഊട്ടിയിലെ കാണാൻ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഞങ്ങളെ പോയി അടിച്ചു പൊളിച്ചത് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കാണാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം. ആർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ അപ്പോൾ എങ്ങോട്ടേക്കാ? മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.